കേരള +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള IT ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ ഒരു റാങ്ക് ഫയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിലാദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് കമ്പ്യൂട്ടർ. യൂസറിൽ നിന്നും ആവശ്യമായ ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ യൂസറിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്വീകരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ഡിവൈസ് വഴിയാണ്, ഇൻപുട്ട് ഡിവൈസുകൾ വഴിയാണ് ഡേറ്റ സ്വീകരിക്കുന്നത്. എന്നിട്ട് അവയെ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്ത് അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി, അതായത് ഔട്ട്പുട്ടാക്കി, ഇൻഫോർമേഷനാക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് എന്ത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് ഡേറ്റ, പ്രോസസ്സസ് ഇറ്റ് ആൻഡ് ഗീവ്സ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ എന്ന പദം ഉദ്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ്, ലാറ്റിൻ വാക്കായിട്ടുള്ള കമ്പ്യൂട്ടസ് എന്ന വാക്കിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ചില ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടസ് ആൻഡ് കമ്പ്യൂട്ടറിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്, കമ്പ്യൂട്ടസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കുകളിൽ നിന്നുമാണ്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ? അതിൻ്റെ സ്പീഡ്, ആക്യുറസി, ദെൻ ഡിലിജൻസ്, സ്റ്റോറേജ് കപ്പാസിറ്റി, വേഴ്സറ്റാലിറ്റി, ദെൻ റിലയബിലിറ്റി, ഇതോടൊപ്പം തന്നെ ഓട്ടോമേഷൻ. കമ്പ്യൂട്ടർ ഒരു ഓട്ടോമാറ്റിക് ഡിവൈസാണ്, ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ സിലബസിൽ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള പോർഷൻസ് വരുമ്പോഴാണ്. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളെയും പറയുന്ന പേര് എന്താണ്, ഡേറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഡേറ്റ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നു. അതിനെ എന്താണ് പറയുന്നത്? ഇൻഫോർമേഷൻ. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതിനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫോർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയ എന്താണ് പറയുന്നത്? പ്രോസസ്സിങ്. നമ്മൾ പറഞ്ഞില്ലേ, ഡേറ്റ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്താണ് മീനിങ് ഫുൾ ഇൻഫർമേഷനാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിൻ്റെ തലമുറകളൊന്ന് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ തലമുറകളിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. 5 ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ തലമുറകളെ തിരിക്കുന്നത്. കമ്പ്യൂട്ടർ തലമുറകളെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1ാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1949 മുതൽ 1955 വരെയാണ്. ഓക്കെ, 1949 മുതൽ 1955 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാക്വം ട്യൂബാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ തലമുറകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 1ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് വാക്വം ട്യൂബ്സ് അല്ലെങ്കിൽ വാൽവ്സ് എന്ന് നമ്മൾ പറയും. അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മേജർ ഇലക്ട്രോണിക് കോമ്പോണൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വാക്വം ട്യൂബ്സ് അല്ലെങ്കിൽ വാൽവ്സ് ആണ്. എന്താണ് ഈ വാക്വം ട്യൂബ്സിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? The advantage of this vacuum tube technology is that it made the advent of electronic digital computer. അപ്പോൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ വാക്വം ട്യൂബുകളിൽ നിന്നുമാണ്. അപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാൽക്കുലേറ്ററിൻ്റെ ഫോമിലൊക്കെ ആയിരുന്നു ആദ്യ സമയത്തുള്ള, അതായത് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാലത്ത് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് അബാക്കസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിനുശേഷം പല കാൽക്കുലേറ്റിംഗ് ടൂളുകൾ വന്നു. നേപ്പിയസ് ബോൺ വന്നു, പാസ്കലിൻ വരുന്നു, ലെയ്ബ്നിസ് കാൽക്കുലേറ്റർ, ജാക്വാർട്സ് ലൂമെന്നും അങ്ങനെ ഒരുപാട്. പിന്നെയാണ് ചാൾസ് ബാബേജ് എന്ത് കൊണ്ടുവരുന്നത്, ഡിഫറൻസ് എൻജിനൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അനലറ്റിക്കൽ എൻജിനായി പിന്നെ ഒരുപാട് ഹോളറിത്ത് മെഷീനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആരാണ്? ഹെർമൻ ഹോളറിത്ത്. നമ്മൾ പഠിക്കുന്നു, പഞ്ച് കാർഡ് കണ്ടുപിടിച്ച ആളാണ് ഹെർമൻ ഹോളറിത്ത്.
ഇവരൊക്കെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഇത് തുടങ്ങിയത് ഈ വാക്വം ട്യൂബ് ടെക്നോളജിയുടെ ഒരു വരവോടുകൂടിയാണ്. വാക്വം ട്യൂബ് ആരാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്? ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്വം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആരാണ്? ജോൺ എ ഫ്ലെമിംഗ്. അപ്പോൾ വാക്വം ട്യൂബ് വാസ് ഇൻവെൻറ്റഡ് ബൈ ജോൺ എ ഫ്ലെമിംഗ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് വരെയാണ്? 1949 മുതൽ 1955 വരെയാണ്. വാക്വം ട്യൂബുകൾ അല്ലെങ്കിൽ വാൽവ്സുകളാണ് മേജർ ഇലക്ട്രോണിക് കോമ്പോണൻ്റ് ആയിട്ട് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. വാക്വം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് വെച്ചാൽ ജോൺ എ ഫ്ലെമിംഗ് ആണ്. ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1956 മുതൽ 1965 വരെയാണ്. ഓക്കെ, 1956 മുതൽ 1965 വരെയാണ്. ഇതിൽ ഉപയോഗിച്ചിരുന്നത് ട്രാൻസിസ്റ്റർ ആണ്. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗം എന്താണ്? ഈ ബൾക്കി ആയിട്ടുള്ള ഇലക്ട്രിക് ട്യൂബുകൾ, അതായത് നമ്മൾ പറഞ്ഞില്ലേ വാക്വം ട്യൂബ്സ്, അത് ഭയങ്കര ഹെവി ആയിരുന്നു, ബൾക്കി ആയിരുന്നു. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ വരുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തിനെ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ്? ബൾക്കി ഇലക്ട്രിക് ട്യൂബ്, അതായത് വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ വരുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറുതാണല്ലേ, ഈ ഇലക്ട്രിക് ട്യൂബുകളെക്കാൾ ചെറുതാണ്. അതോടൊപ്പം തന്നെ ദേ ഹാവ് ഹയർ ഓപ്പറേറ്റിംഗ് സ്പീഡും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്താണ്? റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. വാക്വം ട്യൂബ് ഉപയോഗിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടറൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പം വലിയൊരു റൂം പോലെയാണ്, അത്രയും തന്നെ സൈസ് അതിനുണ്ട്. ട്രാൻസിസ്റ്റർ വന്നതോടുകൂടി കുറച്ച് സൈസ് എന്ത് ചെയ്തു? സ്മോളറായി. ഈ വാക്വം ട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മോളറായി, എന്നാൽ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഹയറുമാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PSCയിൽ ചോദിച്ച ചോദ്യമാണ്, മിറാക്കിൾ ചൈൽഡ് ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ട്രാൻസിസ്റ്ററിനെയാണ്. അതായത് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന എന്താണ്? ട്രാൻസിസ്റ്റർ. അതാണ് മിറാക്കിൾ ചൈൽഡ് ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ട്രാൻസിസ്റ്ററിനെയാണ്. ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? 3 പേരാണ്. ജോൺ ബാർഡീൻ, ദെൻ WH ബ്രറ്റൈൻ ആൻഡ് വില്യം ഷോക്ലി. ഇവർ ഇത്രയും പേര് ചേർന്നിട്ടാണ് ട്രാൻസിസ്റ്റർ നിർമ്മിച്ചിട്ടുള്ളത്. ബർഡീൻ, ദെൻ ബ്രറ്റൈൻ ആൻഡ് വില്യം ഷോക്ലി. ആരൊക്കെയാണ്? ജോൺ ബർഡീൻ, ദെൻ WH ബ്രറ്റൈൻ ആൻഡ് വില്യം ഷോക്ലിയാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3-ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടവും എന്താണ് ഉപയോഗിച്ചിരുന്നതെന്നും. തേർഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നത് IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കാലഘട്ടം 1966 മുതൽ 1975 വരെയാണ്. 1966 മുതൽ 1975 വരെയാണ് 3-ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു സിംഗിൾ IC ചിപ്പിന് ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഒരു സിംഗിൾ തിൻ സ്ലൈസ് ഓഫ് സിലിക്കണിലാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ IC ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു സിംഗിൾ IC ചിപ്പിൽ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ്, രജിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ തിൻ സ്ലൈസ് ഓഫ് സിലിക്കണാണ് ഈ ചിപ്പ് എന്ന് പറയുന്നത്. Computers of this generation were small in size, then low cost and had large memory and processing speed was very high. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ജനറേഷൻ ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താണ്? സൈസ് കുറയും അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ സൈസ് കുറയും, പിന്നെ ലോ കോസ്റ്റ്, പിന്നെ ഓപ്പറേറ്റിംഗ് സ്പീഡ് കൂടും, അതുപോലെ തന്നെ ലാർജ് മെമ്മറി ആവുകയാണ് ചെയ്യുന്നത്. IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സി ആണ്. ഓക്കെ, ജാക്ക് കിൽബർട്ട് ആൻഡ് റോബർട്ട് നോയ്സ് ആണ് IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ ഇതിൽ നമ്മൾ 3 ആൾക്കാരുടെ പേര് പഠിച്ചു. വാക്വം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്ത ആരാണ്? ഫ്ലെമിംഗ്, ജോൺ എ ഫ്ലെമിംഗ് ആണ്. ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്ത 3 പേരാണ്, ബർദീൻ, ബ്രട്ടൈൻ ആൻഡ് വില്യം ഷോക്ലി ആണ്. പിന്നെ IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ജാക്ക് കിൽബിയും പിന്നെ റോബർട്ട് നോയ്സുമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? 4-ാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1975 മുതൽ
1986 വരെയാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. എന്താണ് 1975 മുതൽ 1986 വരെയാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് VLSI മൈക്രോ പ്രോസസ്സർ ആണ്. എന്താണ് മൈക്രോ പ്രോസസ്സർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അർത്ഥം. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് VLSI മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്, VLSIC. The fourth generation computers use large scale integrated circuit, അല്ലേ, ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ബിൽറ്റ് ഓൺ എ സിംഗിൾ സിലിക്കോൺ ചിപ്പ് കാൾഡ് മൈക്രോ പ്രോസസ്സർ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു സിംഗിൾ സിലിക്കോൺ ചിപ്പായിട്ടുള്ള മൈക്രോ പ്രോസസ്സറിലാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ മൈക്രോ പ്രോസസ്സർ ഇറ്റ് ഈസ് പോസിബിൾ ടു പ്ലേസ് കമ്പ്യൂട്ടർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓൺ എ സിംഗിൾ ചിപ്പ്. ഇതിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ CPU ഇല്ല, അതൊരു സിംഗിൾ ചിപ്പിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ചെറിയൊരു ചിപ്പിൽ ഈ CPU-നെ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഈ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്തു, അതായത് VLSI വന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ വാസ് ഡെവലപ്ഡ് ബൈ ഇൻറ്റൽ. അതും കൂടി നോക്കി വെച്ചേക്കാം. ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത് ഇൻറ്റലാണ്. 1971 ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്ഡ് ബൈ ഇൻറ്റലാണ്. ഏതാണ്? ഇൻറ്റൽ 4004. ഓക്കെ, ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്ഡ് ബൈ ഇൻറ്റൽ എന്ന് പറയുന്നത് ഇൻറ്റൽ 4004 ആണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇൻറ്റലാണ്. ആൻഡ് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ വാസ് ഡിസൈൻ ചെയ്തത് ടെഡ് ഹോഫ്, സ്റ്റാൻലി മേസർ ആൻഡ് ഫെഡറിക്കോ ഫാഗിൻ. ഇപ്പോൾ 3 പേരാണ് ഈ മൈക്രോ പ്രോസസ്സർ ഡിസൈൻ ചെയ്തത്. ആരൊക്കെയാണ്? ടെഡ് ഹോഫ്, സ്റ്റാൻലി മേസർ, ദെൻ ഫെഡറിക്കോ ഫാഗിൻ. ഈ 3 പേര് ചേർന്നിട്ടാണ് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ് അടുത്തത്. 1986 മുതലാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടം. എന്താണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്? ULSI മൈക്രോ പ്രോസസ്സറാണ്. മറ്റത് VLSI ആണെങ്കിൽ ഇവിടെ ULSI മൈക്രോ പ്രോസസ്സറാണ്. അതായത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ഫൈബർ ടെക്നോളജി, അതായത് ഈ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒപ്റ്റിക് ഫൈബർ ടെക്നോളജിയാണ്. ULSI മൈക്രോ പ്രോസസ്സർ വിത്ത് പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് സൂപ്പർ കണ്ടക്ടർ ടു ഹാൻഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, റോബോട്ടിക്സ് എക്സെട്ര. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവർ ഒപ്റ്റിക് ഫൈബർ ടെക്നോളജി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ULSI മൈക്രോ പ്രോസസ്സർ നമ്മൾ പറഞ്ഞു. ULSI എന്ന് വെച്ചാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. എന്താണ്? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സർ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതിന് പാരലൽ പ്രോസസ്സിങ്ങും അതുപോലെ സൂപ്പർ കണ്ടക്ടറും ഉണ്ട്. എന്തിനെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുപോലെ എക്സ്പേർട്ട് സിസ്റ്റമും റോബോട്ടിക്സും എല്ലാം അടങ്ങുന്നതാണ് ഈ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത തന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി നമുക്ക് പഠിക്കണം. ജോൺ മെക്കാർത്തിയാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ജോൺ മെക്കാർത്തിയാണ്. ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രോസസ്സിംഗ് സ്പീഡുള്ളതും അതുപോലെ തന്നെ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് മൈക്രോ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്ത് VLSIC വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ വന്നു. അതുപോലെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്ത ഇൻറ്റലാണ്. ഇൻറ്റൽ 4004 ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്ഡ് ബൈ ഇൻറ്റൽ എന്ന് പറയുന്നത് ഇൻറ്റൽ 4004. എന്താണ്? ഇൻറ്റൽ 4004 ആണ്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതിൽ ULSI ആണ് ഉപയോഗിക്കുന്നത്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജോൺ മെക്കാർത്തിയാണ്. ഇതാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജോൺ മെക്കാർത്തിയാണ്. ഇത്രയാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹാർഡ്വെയർ
കമ്പ്യൂട്ടറിലെ പ്രവർത്തന യൂണിറ്റുകൾ, അതായത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.